നല്ലൊരു കിഡ്നി ബീൻസ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായി ബീൻസിനെ ആദ്യം കുതിർത്തെടുക്കണം. കുതിർത്തെടുത്ത ബീൻസാണിത്. ഒരു 1.5 കപ്പ് ബീൻസ് ഉണ്ട്. അതിനെ കുതിർത്തെടുത്ത് ഒരു 6 മണിക്കൂർ എടുത്ത് ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. കുതിർന്നെടുത്ത ബീൻസിനെ വേവിച്ചെടുക്കാം. അതിനായി കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് ബീൻസിനെ ഇട്ട് കൊടുക്കാം. ഞാനെടുത്ത ബീൻസിന് ഇച്ചിരി കളറ് കുറവാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ടൈപ്പാണിത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെക്കാം. ഒരു 3 വിസിൽ വരുമ്പോഴത്തേന് റെഡിയായി കിട്ടും. ഒരു വലിയ തക്കാളി, 2 വലിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് റെഡിയാക്കാനായിട്ട് ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇടേണ്ടവർക്ക് കടുകിട്ട് പൊട്ടിക്കാവുന്നതാണ്. ഞാൻ കടുക് എടുക്കുന്നില്ല. അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടേണ്ടവർക്ക് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. വഴന്നു വന്നതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരയ്ക്കും ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വന്ന അതിലേക്ക് ബീൻസിനെ ഇട്ട് കൊടുക്കാം. ബീൻസിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിരുന്നു. അതുകൊണ്ട് ഉള്ളി വഴറ്റുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ പകുതി നമുക്ക് ഉടച്ചെടുക്കാം, പകുതി ഉടയ്ക്കാതെ എടുക്കാം. ഒത്തിരി അങ്ങ് തിക്കാവും ചെയ്യരുത്, ഒത്തിരി അങ്ങ് ലൂസാവും ചെയ്യരുത്. കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം എരിവ് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. രാജ്മ കറി എന്ന് പറഞ്ഞാൽ ആരും ഇഷ്ടപ്പെടില്ല. എങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും എല്ലാവരും ഇഷ്ടപ്പെടും.